ആര് പറഞ്ഞാലും അവനെൻ്റെ അങ്ങേപ്പുറത്തെ അനുഭവിക്കും. കാരണം ആ കുഞ്ഞിൻ്റെ വേദന ഇതൊക്കെ പറയുമ്പോഴും ആ മുഖം കണ്ടില്ലേ, അങ്ങ് വല്ലാതെ അങ്ങ് സങ്കടപ്പെട്ട് മുഖമൊക്കെ വിറയ്ക്കുന്നു. അതിൻ്റെ സങ്കടം കൊണ്ട് പറയുന്നതാണത്. ഒന്ന് മാറി നിൽക്കുക, മാറി നിൽക്കുക, മാറി കേൾക്കണ്ടേ, വേറെ ആരെ കൊണ്ട് പറയിപ്പിക്കാൻ? സലീം പറയുന്നതല്ല, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ 2 മക്കളുമാണ് ആ വീട്ടിൽ, വേറെ ആരുമില്ല ഞങ്ങൾക്ക് എന്ന് പലപ്പോഴും അദ്ദേഹം തുറന്ന് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ആ മൂത്ത മകനാണ് ഇനി ആ വീടിൻ്റെ കാർന്നവർ അല്ലേ, അതെങ്കിലും ആ കുഞ്ഞ് നോക്കണ്ടേ. എന്നിട്ട് അത് മനസ്സിലാക്കാൻ കെൽപ്പില്ല. ഇന്നലെ കുറേ കമൻറ്റുകളോ അത് അയ്യോ, സത്യം ഞാൻ പറയണം, ഒരു വയസ്സായവരെ മനസ്സ് നൊന്ത് ഞാൻ പറയണം. ഏതവൻ കമൻറ്റ് എഴുതിയാലും ഇതിനേക്കാട്ടിൽ ഭയാനകമായ ഒരന്തരീക്ഷത്തിൽ അവർ ചെന്ന് പെടുകയും അവരുടെ കൂടെ ഒപ്പം ഒരു സഹായത്തിന് ഒരൊറ്റയാളെ പോലും കിട്ടാത്തൊരവസ്ഥ വരികയും ചെയ്യുമ്പോഴേ അവർ ഈ വേദന അറിയുള്ളൂ. അല്ല, അതങ്ങനെ അറിയിപ്പിക്കും. ഇപ്പോൾ ദൈവം അങ്ങനെ, പണ്ടൊക്കെ പിന്നെ ആയിരുന്നു, ഇപ്പോൾ അങ്ങനെയല്ല, അപ്പോഴപ്പോഴാണ് കൊടുക്കും. തീർച്ചയായിട്ടും വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പം ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വയസ്സായി, ഇനി ആരെ തിരുത്താൻ പറ്റും, ആരോടെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും? നമ്മുടെയൊന്നും വാക്കുകൾക്ക് വിലയില്ലല്ലോ, ഒരിടത്തുമില്ല. ഇപ്പം ഇതിൻ്റെ സത്യം എന്ന് പറയുന്നത് അല്ലല്ല, ഞാൻ തമാശ പറയില്ല. കാരണം ഇപ്പോൾ ഞങ്ങളൊക്കെ തന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചാലോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുൻ മുഖ്യമന്ത്രിയെ ഒന്ന് പ്രശംസിച്ച് എവിടെയോ 1-2 വാക്കുകൾ ചിലപ്പോൾ എഴുതി, നല്ല പ്രവൃത്തി ചെയ്തു, ഞാൻ നന്നായിട്ട് അതിന് ഞാൻ എന്തൊക്കെ കിട്ടും? AK സെൻറ്ററിൽ നിന്നാണോ ചിലവിന് എഴുതുന്നത്? ഇന്നിപ്പം നമ്മുടെ ഇത്രയും വലിയ ശക്തനായ മുഖ്യമന്ത്രിയുടെ കൂട്ടുകാരെ പറയുന്നു, എനിക്ക് ആദ്യമായിട്ട് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് സ്വീകരണം തന്നത് DYF. ഇന്ന് കുറച്ചു മുമ്പ് ഞാൻ കണ്ടത്, ഇവരാരും എന്നെ കാണിച്ചതാണ്, എൻ്റെ കൂടെ അഭിനയം. അപ്പോൾ എനിക്ക് തോന്നി, സത്യം പറയുന്നവർക്കാണ് ഈ നാട്ടിൽ വിലയില്ലാത്തത്. അല്ല, എന്നിട്ടും അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയോടുള്ള സ്നേഹം കണ്ടോ, അവിടെ പോവുകയും അതിന് സഹകരിക്കുകയും ഒക്കെ. അതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇവരെയൊക്കെ നേരത്തെ അംഗീകരിക്കണമായിരുന്നു, ഏത് പാർട്ടി ആയാലും ആരായിരുന്നാലും.